CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ആലുവിലെ സൈബർ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. KJ ഷൈൻ നൽകിയ രണ്ടാമത്തെ പരാതിയിൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. പൊതു ഇടം മാലിന്യമുക്തമാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നായിരുന്നു ഷൈനിന്റെ പ്രതികരണം. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പു തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട്. പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു. ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാലോ, മാലിന്യമുക്ത നവകേരളം. ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാകണം, ആ ക്യാമ്പയിന്റെ ഭാഗമാക്കണം. നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ, ആ ദുർഗന്ധങ്ങൾ നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ എറിയാതിരിക്കണം. മറ്റൊന്ന്, എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക, അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഷൈൻ പരാതി നൽകുന്നു, വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിൽ നടപടി ഉണ്ടാകുന്നു. ഇന്നലെയാണ് KM ഷാജഹാൻ അറസ്റ്റിലായത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? ഈ കേസിലെ മറ്റു പ്രതികളെ സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, KJ ഷൈൻ നൽകിയ രണ്ടാമത്തെ പരാതിയിലാണ് KM ഷാജഹാന്റെ അറസ്റ്റ് ഇന്ന് പുലർച്ചയോടുകൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം, ഏകദേശം 6 മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് പോലീസ് വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ KJ ഷൈന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും സൈബർ ഇടങ്ങളിൽ വലിയ അധിക്ഷേപം KM ഷാജഹാൻ നടത്തിയത്. ഇതിനെ തുടർന്ന് വീണ്ടും KJ ഷൈൻ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അറസ്റ്റ്, അതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മുന്നിലാണുള്ളത്. ഇവിടെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ അടുത്ത നടപടി, ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം നിഷേധിച്ചാൽ പിന്നീടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അതോടൊപ്പം തന്നെ KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോലീസിന്റെ ഒരു റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ പകർത്താൻ ഉപയോഗിച്ച ഫോൺ, മറ്റ് ഉപകരണങ്ങളെല്ലാം കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. എന്തായാലും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. KJ ഷൈൻ നൽകിയ ആദ്യം പരാതിയിൽ, ഈ വൈപ്പിൻ MLAയും KJ ഷൈനും നൽകിയ പരാതിയിൽ 1ഉം 3ഉം പ്രതികളെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല. 1ആം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഈ CK ഗോപാലൻ എവിടെയാണെന്നുള്ളതിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം 3ആം പ്രതി കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന യാസർ അടപ്പാൾ വിദേശത്താണ്. ഇയാളോടും ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും എത്തിയിട്ടുമില്ല. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും KM ഷാജഹാനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.